പഴവങ്ങാടി ഗണേശൻ എന്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. പഴവങ്ങാടി ഗണേശൻ എന്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. വഴിമാറിപ്പോയൊരൻ ജന്മം. കേരളത്തിൽ പരട്ട മഴ. ഓ, പരട്ട മഴ എന്നല്ല, പരക്ക മഴ എന്നാണല്ലോ. സ്വതന്ത്ര സമര സേനാനി അബൂബക്കർ അന്തരിച്ചു. ദുഃഖത്തോടെ മക്കൾ മുനീർ, കബീർ, സുക്കൂർ, സീനത്ത്, നസീർ. ഞാൻ സംശയം ചോദിക്കട്ടെ, ഇതിനിടയ്ക്ക് പുള്ളിക്കാരനെ എപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിന് പോകാനൊക്കെ സമയം കിട്ടി? അല്ലെങ്കിൽ ഉടക്കിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്നിവിടെ ഒരു പരിപാടി നടക്കില്ല. ഇന്നിവിടെ ഞരക്കല്ല. ഇവിടെ ഞങ്ങൾ മര്യാദക്ക് ചൂണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇയാളുടെ ശല്യം കൊണ്ട് ഇവിടെ ഒരു കാര്യം എങ്ങനെയുണ്ട്? ഒരനക്കോ ഇല്ല. ഒരനക്കോ ഇല്ലെന്ന്. അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു അനക്കോ ഇല്ല. എന്ത് പരിപാടി കാണിക്കണത്? എല്ലാവരും അനക്കൊണ്ട്, നല്ല അനക്കൊണ്ട്. ഞാൻ പറഞ്ഞ മീനൊന്നും അനക്കം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അതെ, നീ കൂടുതൽ സംസാരിക്കേണ്ടത് ഇവിടെ നിന്ന് ചൂണ്ടിടണ്ട. ഞങ്ങൾ നീയിരുന്നു. ഞാൻ ഇതെന്റെ സ്ഥിര സ്പോട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഇടുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ, നീ ഇവിടെ നിന്ന് മാറിയിരുന്ന പ്രശ്നം ഉണ്ടാവും. ഇവിടെ നിന്ന് മാറാൻ പ്രശ്നമില്ല. ഞാൻ ഇവിടെ നിന്നാണ്. ഇയാൾക്ക് ഇത്ര പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ആരോടും പറയരുത് ഈ കുളത്തിൽ മുതലേണ്ടെന്ന്. അവന് പനിയാന്ന്. അത് എന്ത് പനിയാന്ന് അറിയാമോ? മുതലപ്പനി. പേടിത്തൊണ്ടൻ. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാന്ന് ഓർക്കണത്? അപ്പൊ ഞാൻ നുണ പറഞ്ഞാണ് നീ പറഞ്ഞത്? എടാ, നുണയല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യം ഒന്ന് പറഞ്ഞതാ. നിനക്കറിയാവാ, ഈ മിനിയാന്ന് ചൂണ്ടിടാൻ വന്നായിരുന്ന? മിനിയാന്ന് ഞാൻ ചൂണ്ടിടാനില്ലായിരുന്നു. അപ്പൊ മിനിയാന്നാണ് സംഭവം. എങ്ങനെ സംഭവം? ഞാനിങ്ങനെ വൈകുന്നേരം മീനിടാനായിട്ട് ഞാൻ ചൂണ്ടിടങ്ങി വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ വന്ന് നിൽക്കാൻ നേരത്തെ തന്നെ പെട്ടെന്ന് ഞാൻ എരവും കൊടുത്തിട്ട് ഒറ്റ ഏറാൻ കൊടുത്തു. അപ്പത്തെ ഡോൾഫിൻ വന്ന് ചാടി പിടിക്കുമ്പോ ഒറ്റ പിടുത്തല്ലേ? മുതല. പിന്നെ പിടിച്ചൊരൊറ്റ വലിയ അങ്ങ് വലിച്ചത് എന്നെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അമരത്തിന് മുമ്മൂട്ടിനെ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, ഈ മുതലൊക്കെ എന്നിട്ട് വല്ലതും പറ്റിയ? ഞാൻ ചോദിക്കായിരുന്നു, ഈ മുതലയുടെ കൂടെയാണ് എന്റെ കൂടെയാണ്? അല്ല, ഇത്രയും വലിവലിക്കണോണ്ട് ഞാൻ ചോദിച്ചതാ. അങ്ങനെ ഞാനിങ്ങനെ വലിച്ചങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പില്ല അവന്റെ കണ്ണൊക്കെ തുറച്ചത് ഇങ്ങനെ ഒരു നോട്ടം. ഉമ്മറ നോക്കുമ്പോലെ. ഉമ്മറല്ല, ഇത് സത്യനല്ല. അത് മുതലിക്കറിയാമോ? അതെനിക്കറിയാൻ മുതലേക്ക് തെറ്റിപ്പോയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ വലിച്ചിങ്ങനെ കേറ്റിങ്ങനെ കലിയരണ ഇങ്ങനെ ഇടിച്ചെടുത്ത് നോക്കിയപ്പോ എന്താണ് എന്നോടുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നത്. ഒരു ചീനച്ചട്ടി ഇങ്ങനെ മറച്ച് ഒളിച്ച വന്നയാള് ഞാനാ വലിച്ചിങ്ങോട്ട് കഴുത്ത് നീട്ടി പിടിച്ചിട്ടില്ല. കയ്യൊക്കെ വെള്ളത്തിൽ എന്നോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നോട് ഇലവം കൂട്ടി. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ സൈക്കിളിൽ നിന്ന് എന്റെ കൈ ഓടിച്ചിരിക്കല്ലേ. എനിക്ക് ആ കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഈ സംഭവം കേട്ട ഉടൻ തന്നെ മുതല പതുക്കെ തല ഇങ്ങനെ നാണിച്ച് വലിച്ചിട്ട് 4 കയ്യും കാലും ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് കയറി ഒഴിയാൻ കൊടുത്ത്. കാര്യം പറയുമ്പോ തമിഴ് പറഞ്ഞാട്ടില്ല. അതിന്റെ പേരാണ് ആമയെന്ന്. ഇങ്ങനെ പോണ സാധനത്തിന്റെ പേര് ആമയാണ്. കീമയാണെന്ന് പറയുമ്പോൾ ഒരു 1.5 മുതലാ. പിന്നെ മുതലാ എന്തുവാ എന്നെ കുറിച്ച് പറഞ്ഞുള്ളൂ ഇപ്പൊ. പിന്നെ മീനുണ്ടോന്ന് നമ്മളുണ്ടാന്നോന്ന് ചോദിക്കണല്ലോ. മീനുണ്ടോന്ന്? അതല്ല, കറിക്ക് മീനുണ്ടോന്ന്. പിന്നെ കറിക്കല്ലാണ്ട് സർക്കസ് കളിക്കാനാണ് മീനെ കൊണ്ടുപോകുന്നത്. അതാണോ പറഞ്ഞ? വീട്ടിൽ പണിക്കാരിക്കുന്ന അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാനാ കറിക്ക് മീനുണ്ടോ? എന്റെ വീട്ടിൽ കറി ഉണ്ടാക്കണമെന്നോ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളോട് ഞാൻ ചോദിച്ചില്ല. ഇയാൾ വലിയ ആള്. എന്റെ ചെറുക്ക ഇവിടെ ഇപ്പുണ്ട്. ഇതാ ഈ കുഴപ്പമാണ്ടൊക്കെ പേരെന്ത് വരുന്നത്? എന്റെ പേര് പൂർണ്ണയെന്ന്. അതാണ് ഞാൻ അമാവാസി ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അമാവാസിയൊക്കെ അമാവാസി. എന്ത് പറ്റി ചോദിക്കട്ടെ? എന്ത് പറ്റി? മുഖത്ത് ഭയങ്കര ഒരു മൗനത എഴുതി വെച്ചിരിക്കണം. നാട്ടുകാരും പറയുന്നുണ്ട്. നിന്റെ മുഖത്ത് എന്താണ്ട് എഴുതി വെച്ചിട്ടുണ്ട്? ദുഃഖം. പിന്നെ കെട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഒന്നും പറയണ്ട. 6 മാസമായില്ലേ കാണാതായിട്ട്. ഒരറിവില്ല. ഒന്ന് കോൾ ചെയ്യല്ല, ഒന്ന് വിളിക്കല്ല, പിള്ളേരോടെങ്കിലും സംസാരിക്കേണ്ട, അയക്കൊന്നും വിളിക്കല്ല, അതുപോലും ഇല്ല. അല്ല, ശരിക്കും നിങ്ങളുടെ കുടുംബത്തിന് എന്താ പ്രശ്നം പറ്റി? എന്താ സംഭവിച്ചെന്താ? സത്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം പാതിരാത്രി പെരുമഴ. ഈ മഴയെ നനഞ്ഞ് മൂക്കറ്റം കുടിച്ചോണ്ട് അതിൽ കയറി വന്നു. എന്നിട്ട് എന്റെ മണിയറ വാതിലിൽ വന്നൊരു തട്ട്. മണിയറ എന്റെ ഷെഡിന്റെ ഡോറെ വന്നൊരു തട്ട്. അപ്പൊ ഞാൻ അകത്ത് പിള്ളേരുമായിട്ട് രാജമാണിക്ക സിനിമ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ചെന്ന് കഥ പറഞ്ഞപ്പോ എന്നോട് പുള്ളി ഒരു ചോദ്യം, പിള്ളേരെ വിളി, എനിക്ക് പിള്ളേരെ കാണണോ. അപ്പൊ ചുമ്മാ രസത്തിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് അന്തര് വേണോ? വെറുതെ ചോദിച്ചോളൂ.
മോന്തത ഈ കനവുണ്ട് അപ്പോഴേ പിണങ്ങി ഇറങ്ങി ഒരു പോക്കെന്ന് 6 മാസമായി കാണാതായിട്ട് ഇതുവരെ ഒരു അറിവില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ട് നിന്നെ കണ്ടാ പറയത്തില്ലല്ലോ. നിങ്ങൾ അതും ഇതും പറയണ്ട. അതിങ്ങട് ഏത് ആ മീനിങ് തരാൻ മീനിങ് പറയാനാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇന്നർ മീനിങ് ആയി പോളാം. അതല്ല മീനുണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ചോദിക്കാം. അവനെ കിട്ടിയാൽ അണ്ടറക്ക അമാവാസി മീൻ തറ ചേച്ചി എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ. ഇവിടെ മീനൊന്നുമില്ല. വീട്ടിൽ കൊണ്ടുപോകാൻ ആ കിറ്റ് നിറച്ച് മീൻ. ഏത് ആ മീനിയാടാ. ചേച്ചി ഇത് 50 രൂപയാണ് ഞാൻ തരാം. ബംഗാളി പിള്ളേർ പണിക്കുന്ന അവർക്ക് കൊടുക്കട്ടെ കറി. ചേച്ചി ഒരു 50 രൂപ തരാൻ. ഇതിനോ? ആ ഞാനോ? എന്റെ ഒന്ന് മേടിക്കാൻ 50. ചേട്ടാ നോക്കിയാടാ നീ പുൽകാൻ തരാ കൊച്ചുള്ള നീ മേടിക്കല്ലേ നമ്പർ. ചേച്ചി ഒറ്റ അടിയും കൂടെ ചേച്ചി കൊണ്ടുപോയി മീൻ വെച്ചുകൊടു. ആ പാവങ്ങള് ജീവിക്കട്ടെ. കൊണ്ടുപോകും. പിടിച്ചാൽ വെക്കാം. ഞാൻ വരാം. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളാന്ന് തോന്നുന്നു. ഒറ്റ അടിയും കൂടെ വെച്ചാൽ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും പാവപ്പെട്ട ഒരു സ്ത്രീ. താലിമംഗളമാണ് താലിമംഗളം. സുന്ദരിയായി അണിഞ്ഞൊരുക്കി വരുന്ന എന്റെ മകൾ സൗഭാഗ്യയുടെ താലിമംഗളമാണ്. പരേതനായ പത്മനാഭന്റെ മകനും ജീവിച്ചിരിക്കുന്ന എന്റെ മകളും തമ്മിലുള്ള കല്യാണം നവംബർ 18 തിങ്കളാഴ്ച 10:30 ശുഭമുഹൂർത്തത്തിൽ. സൗഭാഗ്യ നിർത്തിക്കേ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ഇപ്പഴ വാ. ഇത് എന്താ ചേട്ടാ ഈ സംഭവം? എന്താണ് എന്റെ മകളുടെ കല്യാണം? ഇതാകുമ്പോ കല്യാണം വിളി നടക്കും, ലോട്ടറി കച്ചവടം നടക്കും. പിന്നെ വിളിക്കും. ഇങ്ങനെ കല്യാണം വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ 1 കോടി അടിച്ചാൽ പോലും കല്യാണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊക്കെ ഇരിക്കട്ടാ. അടിയൊക്കെ ഉണ്ടാ? അടി മാത്രമല്ല, ഇടയ്ക്ക് ഇടിയും കിട്ടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ആശുപത്രി ഇറങ്ങിയത്. അതല്ല ഞാൻ ചോദിച്ചത്. ലോട്ടറിക്ക് അടി കിട്ടാറുണ്ടെന്ന്. ലോട്ടറിക്ക് അടി കിട്ടാറില്ല, പക്ഷെ ലോട്ടറി എടുത്തവർ അടിക്കാറുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കൂതേ? എന്നൊക്കെ ഉണ്ട്. കൈരളിയുണ്ട്, പെരിയാറുണ്ട്, കാരുണ്യുണ്ട്. അതല്ല ചോദിച്ചു എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ആ പിന്നെ കഴിഞ്ഞ ഓണം ബമ്പർ ഇരിക്കായിരുന്നു 1 കോടി. എന്നിട്ട് ഞാൻ വലിച്ചേരി പള്ളേ കളഞ്ഞു. ഇതുവരെ ജീവിതത്തിൽ ടിക്കറ്റ് എടുക്കാത്തവനാണ് ഇപ്പൊ ഓണം ബമ്പർ. ഒരു എല്ല്. അതുമല്ല കാക്കയുടെ എല്ലോ ആയിരിക്കും. കാക്കയുടെ ഇത്രയും വലിയ ഇതുകൊണ്ട് ഒരു എല്ല് എന്റെ ചൂണ്ടയിൽ കിട്ടി. കാക്കയുടെ അല്ല ഇത് അല്ലേ? കാക്കടം പൂച്ചയുടെ ഒന്നും അല്ല. പിന്നെ അവള് പറഞ്ഞിട്ട് പോയായിരുന്നു. ആര്? രമേശൻ പോയിട്ട് 6 മാസമായി. 6 മാസമായി ആണല്ലോ. രമേശൻ എവിടെ പോയി? കുളത്തിൽ പോയി. കുളത്തിൽ പോയെന്നാ? എടാ രമേശന്റെ എല്ലാണിത്. അപ്പൊ രമേശൻ ചത്ത. നിങ്ങൾ ആവശ്യമില്ലാത്ത പറയേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ എവിടെയൊക്കെ പോയി പറയുമെന്ന് അറിയാമോ? ലോട്ടറി ടിക്കറ്റ് പറഞ്ഞ പോലെ പറഞ്ഞാ കുഴപ്പമൊന്നുമില്ല. നിന്റെ ചൂണ്ടല്ലേ സാധനം കിട്ടിയത്. അത് ശരി. അപ്പൊ ഞാനാണ് കുറ്റവാളി. കുറ്റവാളി അപ്പൊ ഈ സാധനം ഇരിക്കണോന്നാണ് ഏറ്റവും അങ്ങനെ പഞ്ചായത്തിൽ സംഭവം ഉണ്ടായിട്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ കുളം. എല്ല് കളഞ്ഞു പോയി. ആരുടെ പ്രസിഡന്റ്? എന്റെ ഇലക്ഷന് പോയതല്ലേ? അല്ലെ ആർക്കാ എല്ല് കിട്ടിയത്? നിനക്കാണ് കിട്ടിയത്. ഇത് രമേശന്റെ എല്ലാണെന്ന് ആരാണ് പറഞ്ഞത്? രമേശന്റെ എല്ലാണെന്ന് ആരാണ് പറഞ്ഞത്? എന്റെ പ്രസിഡന്റ് ഈ രമേശനെ കാണാനായിട്ട് 6 മാസമായി. അപ്പൊ ഈ രമേശന്റെ എല്ല് തന്നെയാണ് ഇത്. അതെങ്ങനെ ഉറപ്പുവരുത്താം? ഒരു ദിവസം രാത്രി ഞാൻ ഈ കുളക്കടവിന്റെ ഉള്ളിലേക്ക് നീ നടന്നു പോവാണ്. അപ്പൊ രാത്രി ബ്ലുക്കോ എന്ന് പറഞ്ഞ ബ്ലുക്കോ എന്നല്ല ബ്ലുമ്മോ എന്തോ കേട്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു കരക്കമ്പി രമേശനെ കാണാനില്ല. അത് ശരിയാണ്. 6 മാസമായിട്ട് രമേശനെ കാണാനില്ല. രമേശന്റെ എല്ല് തന്നെ എനിക്ക്. അപ്പൊ രമേശൻ തന്നെ. പക്ഷെ എനിക്കതല്ല സങ്കടം. ഇതെങ്ങനെ ഷീലേനെ അറിയിക്കൂ? ഒരു പ്രശ്നമാണ്. ഷീലയുടെ വിവരം പറയണ്ടേ? അത് ആര് പറയും പോയിട്ട്? ഷീലോട് പറയാം. ലോട്ടറിക്കാരൻ ചെന്ന് പറഞ്ഞോ എന്നാ ഇത് വലിച്ചു നിങ്ങളമ്മമാരെ ശ്രദ്ധയ്ക്ക് ഇതാണ് രമേശന്റെ ഫോട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന രമേശന്റെ എല്ലാം എടുക്കേണ്ട വേറൊരു സാധനം നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഇത് പ്രസിഡന്റിനാണല്ലോ. വർത്താനം പറയാ കുളത്തേക്ക് എന്റെ പൊന്നോ. അവൻ മുങ്ങി. അതിനിപ്പോ അവന്റെ എല്ലെടുക്കാൻ വേണ്ടി ആരെയും കൊണ്ടുവന്നു. ചക്കീല ശീല. ശീലേ കരയല്ലേ? ശീല കരയാമ കരയല്ലേ? സൈക്കിളില്ല. ഇവിടെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. കരയില്ല എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും സാന്ത്വനിപ്പിക്കാം. ഇപ്പൊ രമേശൻ പോയി. ആർക്ക് പോയി? ഈ ശീലക്ക് പോയി. ഒരു കാര്യം ചെയ്യും. രമേശന്റെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് കൊണ്ടുപോകാം. രമേശനെ കൊണ്ടുപോവാ. എന്തായാലും രമേശനെ കാണിച്ചേക്കാം. ഇതിനൊരു പരിഹാരം ഉണ്ടല്ലോ. രമേശന്റെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ. കൊണ്ടുപോവാ.
തല തിരിച്ചു പോയി തെക്കാട്ട് പോയി എലയുടെ ഭാഗം തെക്കാട്ട് പോയിടാ. ഇവിടെ എന്താ വെച്ചാ ശരിക്കും പറഞ്ഞ ഇവനാണ് ഈ എല്ലി ആദ്യം കിട്ടിയത് ഇവനാണ്. ഞാനാണ് ഇതിങ്ങനെ ബുദ്ധിപൂർവ്വം ഉടക്കിയെടുക്കിയിരുന്നേ. അവസാനം ഉന്നപ്പിച്ച് തീറ്റ ചേട്ടന്റെ എല്ല് കൊളുത്തിട്ട് തോട്ടിയെടുത്ത് കളഞ്ഞു. അല്ല അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ. അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ. അവർക്ക് സമാധാനാവും. നീ ഇവിടെ അധികം നേരം എനിക്ക് സമാധാനക്കേടാവും. നീ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ മറന്നല്ലേ. അപ്പൊ എന്തായാലും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു അനുശോചന യോഗം കൂടെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൗനജാഥയല്ല, ഒരു മൗനം പ്രകടിപ്പിക്കും. അപ്പൊ എന്തായാലും രമേശന്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് അല്പസമയം മൗനം പാലിക്കാം. വെള്ളത്തിൽ കിടക്കാവുമായിരുന്നു മിണ്ടരുത്. മൗനം പൊങ്ങിക്കോ. അല്ലെങ്കിൽ അപ്പൊ ആരും മിണ്ടരുത്. രമേശന്റെ ആത്മാവിന് വേണ്ടിയിട്ട് മൗന പ്രാർത്ഥനയാണ്. അല്പസമയം. രമേശന്റെ ആത്മാവിന് വേണ്ടി മൗന പ്രാർത്ഥന എടുക്കുമ്പോ ഇവിടെ കിടന്നത് എന്നാണ് കാണിക്കുന്നത്? അല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നപ്പോ ഇവള് സ്വസ്ഥ കൊടുത്തണ്ട അവള്. ഈ അവസരത്തിൽ എന്നെ ഇങ്ങനെ പറയല്ലേ. എന്റെ വായി വരുന്ന പോലെ പച്ച തെരുവെല്ലാം വിളിച്ചാൻ പറയാൻ. കുളം പൊളിച്ച് കളയണ്ട, കുളം പൊളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഷീലയുടെ ഈ അവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. രമേശൻ എന്തായാലും പോയി കുളത്തിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ രമേശനെ കുറിച്ച് കുറച്ച് നല്ല വാക്ക് പറയേണ്ട പ്രസിഡന്റ് നിലയ്ക്കാണ്. അതിന് മുമ്പായിട്ട് ഈ എല്ല് കണ്ടെത്തിയ നമ്മുടെ നാടിന്റെ അഭിമാനം അമാവാസിയാണ്. ഞങ്ങൾക്ക് കൂടി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗോപാലൻ ഒടക്ക് ഗോപി ഇവിടെ വന്നിട്ട് ചൂണ്ടിടുമ്പോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാണ് എപ്പോഴും 24 മണിക്കൂർ അവിടെ ഇരിക്കണത്. പക്ഷേ ഒടക്ക് ഗോപിയാണ് ഈ രമേശൻ ബ്ലുക്കോ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ പോണത് കണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസ് വന്നാൽ നമുക്ക് കൊലയാളിക്ക് രണ്ടുപേരെയും കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പോലീസുകാർ വന്നാൽ അങ്ങനെ ചോദിക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാം. ഒന്നും എത്തിയില്ലല്ല. രമേശനെ കുറിച്ച് പറയാം. ആരാണ് ഈ രമേശൻ? അയ്യോ അതെനിക്കറിയാം, ഞാൻ പറഞ്ഞു വരികയല്ലേ. ആരായിരുന്നു രമേശൻ എന്ന് ചോദിച്ചാണ്. ഈ രമേശന്റെ നഗ്നമായ എല്ലാണ് കിട്ടിയെന്ന് പറഞ്ഞു. നിങ്ങൾ ഇടക്ക് കയറല്ലേ. നഗ്നമായ എല്ലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലിനെ കുറിച്ച് പറയുമ്പോൾ രമേശൻ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു. അതൊരു രാത്രിയിലാണ്. എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് എനിക്ക് 1 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് 1 ലക്ഷം രൂപ ഇല്ലായിരുന്നു. ഞാനൊരു 75,000 രൂപ എടുത്ത് രമേശന് കൊടുത്തു. അതിന് വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവുണ്ട്? 75,000 നോട്ടാ കൊടുത്തു. ഇപ്പൊ കറക്റ്റ്. അല്ലെ പ്രസിഡന്റ് നോണ പറയാ, നീ മുങ്ങൽ ആൾക്കാർ മുഴുവൻ വെച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ 75,000 രൂപ ശീല തരണ്ട. ശീലയെ കൊള്ളടിച്ചില്ല. മറിച്ച് 50,000 രൂപ തന്നാ മതി. എല്ലൊടിക്കാൻ ആര് പറഞ്ഞു? ഇത് ആരാ ഓടിച്ചത്? ഇത് ആകെ വളരെ ബുദ്ധിമുട്ടായി. 6 മാസം പഴക്കമുള്ള ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് രമേശൻ ഇതുപോലെ തന്നെ വീട് പണിയുടെ കാര്യത്തിൽ വന്നിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില വീട് പണിയുടെ കാര്യത്തിന് വന്നപ്പോ ലോൺ ആരും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, രമേശ ലോൺ ഞാൻ തരാം. അങ്ങനെ ആദ്യത്തെ ഗഡു കൊടുത്തു. രണ്ടാമത്തെ ഗഡു കൊടുത്തു. നമുക്ക് എല്ലാവർക്കും ലഡു കൊടുത്താൽ അവർക്ക് മാർക്ക്. അവിടെ പോയി എന്തായാലും മൂന്നാമത്തെ ഗഡു ഞാൻ കൊടുക്കണം. നമ്മൾ ഷീലെല്ലാവരുടെ പണിയണം. നമ്മൾ പാല് കാച്ചണം. നമ്മൾ ഒന്നിച്ച് താമസിക്കും. ഷീല അവിടെ താമസിക്കും. എന്റെ മെമ്പറെ സമയത്താണ് ഇതുപോലെ വിളിച്ചു പറഞ്ഞത്. പിന്നെ ഇപ്പൊ പറയാനാ അപ്പൊ എന്തായാലും ഷീല അവിടെ ഇരിക്കും. എന്തായാലും ഷീലെ നീ വന്നേ. ഞാൻ ചോദിച്ചോട്ടെ എല്ലാം കൂടെ പിടിക്കുന്ന ഷീല നിന്നെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തായാലും രമേശൻ പോയി. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ മുൻകൈ എടുത്ത് 6 മാസം കുളത്തിൽ കിടന്നല്ല, അതിന്റെ കൂടെ പെൻഷൻ കൂടെ മേടിച്ച് ഒന്നിച്ച് ഷീലയ്ക്ക് വിധവാ പെൻഷൻ തരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരിക. പ്രസിഡന്റ് പനിയുണ്ടാ? ചെറുതായിട്ട്. നല്ല ചൂടുണ്ടല്ലോ, ഉൾപ്പനി ഉണ്ടല്ലോ. ഇന്നലെ തുടങ്ങിയതാ. വൈകിട്ട് വീട്ടിലോട്ട് വാ, കുറച്ച് തുളച്ചിയിലും വിക്സും ഒക്കെ ഇട്ട് സൂപ്പർ ആവി പിടിച്ചു പോകാം. എന്നാ വൈദ്യശാല തുടങ്ങി. അവിടെ
അപ്പൊ എന്തായാലും അമ്മാവന്റെ ചെറുതൊഴി കൈയും കാലും മറിച്ചിട്ട് അടുപ്പത്തിന് മറക്കുന്നു. അല്ല രമേശന്റെ ദൈവമേ മോളെ രമേശന്റെ ഡൽഹിയിലല്ലേ രമേശൻ ബോംബെയില്. അതല്ല മോളെ ഞാൻ പറഞ്ഞ ഞാനെന്റെ രമേശന്റെ അമ്മ കുളത്തിൽ കിടന്ന കൊഞ്ഞനം കുത്തിയതല്ല രമേശന്റെ ഇതാ ഈ പൊടിച്ചുമാരി കിടക്കുന്നത് ഇത്ര ഞങ്ങളുടെ മാറ്റിയൊക്കെ പട്ടിയും കടിച്ചുണ്ടോ അതല്ലേ ഉമ്മാരിന്റെ കാണിച്ചത് രംഗടുത്ത് ജാട് തപ്പി നോക്കാൻ കുളത്തിലാട്ട് കാൽ പിടിച്ച് കയറരുത്. രമേശൻ പോയിട്ട് എല്ലെങ്കിലും കിട്ടി. ഇത് പോയാലണ്ടല്ല ഒരു പൊല്ലു പോലും കിട്ടിയല്ല. മനസ്സിലായോ? ഇല്ല, ഈ കുളിക്കടവിൽ ഒളിക്കാൻ പറയാ. ശരി, കാര്യങ്ങൾ സഹിക്കാൻ പറ്റണ്ടല്ലേ. ശീലേ മരണം ഒരു നാൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ അവശേഷിക്കണ എല്ലാം കഷ്ടം ഒരു മൺകുടത്തിലാക്കി നമുക്ക് ആ ഭാരതപ്പുഴയിൽ ഒഴിക്കാലോ. ഭാരതപ്പുഴ ഒരുക്കല്ലേ? അതല്ല, അയാൾ സമ്മതിക്കത്തില്ല. ആരാന്നേ? ഇന്ദു ചൂട സമ്മതിക്കത്തില്ലേ? അതാരാ ഇന്ദു ചൂട്? സമ്മതിക്കില്ല. അതാരാന്ന് അറിയാം? നമ്മളെ പവത്രം മുതലാളി കലവായിട്ട് പോയിട്ട് സമ്മതിച്ചില്ല. പുള്ളിക്കാരൻ പറഞ്ഞു. ആണാ? ആ ഇന്ത്യയുടെ മനസ്സിലാവില്ല. സിനിമയെ കാണിച്ചൊന്നും കണ്ടില്ലേ? ഏത് സിനിമ? താണ്ഡവത്തില്. താണ്ഡവല്ല, പിന്നെ തെറ്റിയതാ. താണ്ഡവല്ല, പിന്നെ ധ്യാനന്തേയം നരസിംഹം ധർമാത്ത മോക്ഷം നരസിംഹം. നിങ്ങൾ ഈ അവസരത്തിൽ സിനിമ കഥ പറയണം. ഒരു കാര്യം ചെയ്യാം, ഈ എല്ലും കഷ്ടം നമുക്ക് വേമ്പനാട്ട് കായലിൽ ഒഴുക്കാം. അയ്യോ വേമ്പനാട്ടുകാർ ഒഴുക്കണ്ട. അതെന്നാ? അങ്ങേർക്ക് നീന്തൽ അറിഞ്ഞൂടാ. നീന്തൽ അറിയാൻ പാടാത്താണ് 6 മാസമായിട്ട് വെള്ളത്തിൽ കിടന്നത്. പ്രസിഡന്റ് ഞാൻ ഒരു കാര്യം പറയാം. 6 മാസമായിട്ട് കഴിഞ്ഞ് കിട്ടിയ വെല്ലാണ് ഇത്. അതെ, ഇത് സംസാരിക്കേണ്ടത്. സംസാരിക്കാൻ അല്ല സംസ്കരിക്കേണ്ടത്. അത് ചെയ്യേണ്ടത്. വേണം. ഇത് കത്തിക്കാനത് കുഴിച്ചിടണം. അല്ല, ഞാൻ കൊണ്ട് ബാങ്കിലിടും. എടോ, ഇത് കത്തിക്കാനുള്ളതല്ലേ? ഞാൻ എന്തായാലും ഷീലയോട് ചോദിക്കാം. ഷീലേ, അങ്ങോട്ട് മാറി നോക്കടാ. ഷീലു, ഷീലു ഇതെന്നെ ഉറങ്ങിയ ഇല്ലൊന്ന് മയങ്ങി. അപ്പൊ ഷീലേ, ഇതങ്ങോട്ട് എടുക്കേ. എന്താ ചോദിച്ചോട്ടെ? അവസാനമായിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്താ നിങ്ങൾ LICയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? എവിടെല്ലാം തപ്പിയേ? ഇത് വേണ്ടേ? അതല്ല, എല്ലാം അങ്ങോട്ട് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ. ആ നഷ്ടമില്ലാത്ത രീതി എന്തായാലും തന്നേച്ചെടുത്തോണ്ട് പോ. ഞാൻ ഒരു കാര്യം പറയാം. ഈ പുള്ളി ഞങ്ങളുടെ ഒരു സുഹൃത്ത് കൂടി ആണല്ലോ. അതെ. അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഒന്ന് ഈ ബോഡി ഒന്ന് പൊതുദർശനത്തിന് വെക്കണം. പൊതുദർശനം വെക്കണമുള്ള റീത്താരെ കൊണ്ട് വെപ്പിക്കാൻ. റീത്ത് വെച്ചാൽ എല്ലിന്റെ പുറത്ത് റീത്ത് വെച്ചാൽ വല്ലത് കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രശ്നം കൂടി എടുക്കാം. അതങ്ങോട്ട് എടുത്തോ. എടുത്തോട്ടെ. എടുക്കണേ, എടുത്തോ. വൽക്കലം പുതച്ചിരുന്നു ഇരുളിൽ ഓർമ്മകളെഴുതും തരള നിലാവേ വിട പറയും പ്രിയ സഖിയുടെ മൗന നൊമ്പരങ്ങളറിയ. അല്ല, ഇതൊക്കെ ആരാണ്? ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളാണ്. ഒരു കളറിന് വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം വന്നോ ഉടനെ ഇങ്ങോട്ട് കയറി. കൊളക്കടവിൽ എന്താ ആളും ബഹളം? നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എടാ, കുളത്തിൽ നിന്ന് നമ്മുടെ ഒരു കാണാതായ രമേശന്റെ എല്ല് കിട്ടി. എല്ല് കിട്ടിയാ? പിന്നെ എന്നിട്ട് എവിടെ? എല്ല് ഒടിച്ചു കളഞ്ഞാ ഒടിച്ചു കളഞ്ഞു. ഇതെന്താ? ഇത് രമേശന്റെ അല്ലല്ല. പിന്നെ ഇതെന്തല്ല? ഇല്ലല്ല, എന്റെ അല്ലാന്ന്. ഇത് എന്റെ അല്ല. എന്റെ പൊണ്ണു വെച്ചതേ ഈ നിൽക്കുന്ന തെങ്ങേലി ഞാൻ ഇന്നലെ ചെത്താൻ കയറിയപ്പോ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് കൊളത്തി വിടതാ. ഞാനിന്നലെ ഇവിടെ അത്രയും തപ്പിയതല്ലേ. ഗോപി അവിടെ നിൽക്ക് പോകരുത്. ഇത് രമേശന്റെ എല്ലല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രസിഡന്റ്, ഇത് രമേശ് ചേട്ടന്റെ അല്ലെന്ന്. പുള്ളിയുടെ എല്ലാം ഇങ്ങനെ അല്ല എനിക്കറിയാം. പിന്നെ എങ്ങനാ? ഇങ്ങനെ ഗോപിയുടെ രമേശന്റെ എല്ലെന്നറിഞ്ഞ് മനസ്സിലായ? നിന്റെ വാക്കായിട്ട് ഫയർഫോഴ്സിനെയും പോലീസുകാരൊക്കെ വിളിച്ച് അവരിവിടെ വരുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ മുങ്ങലുകാർക്ക് കാശാരി കൊടുക്കൂടെ? ഇടിച്ചു നിന്റെ. അപ്പൊ ഏതായാലും പ്രസിഡന്റ് നിലയ്ക്ക് എന്റെ വിലയേറിയ സമയം പോയി നാട്ടുകാരെ. അപ്പൊ ഏതായാലും ഫയർഫോഴ്സും പോലീസിനും നമുക്ക് ഇവിടെ നോക്കാം. എല്ലാവരും എസ്കേപ്പ് ആയിക്കോ. എല്ലാം കിട്ടിയാ നോക്കട്ടെ. ഇത് തന്റെ എല്ലാണത്? അല്ലെന്നേ. അല്ലല്ല പ്രസിഡന്റ്, ഇപ്പൊ എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താണ്? ഇതാണ് യഥാർത്ഥത്തിൽ രമേശന്റെ അല്ലേ? ശരിക്കും ശരിക്കും അങ്ങനെ ഇളകി എല്ലാം പഴയ പോലെ അല്ല. സത്യത്തിൽ ഇത് ആരല്ലേ?